മേജർ ആർച്ച് ബിഷപ്പായി സ്ഥാനമേറ്റ ശേഷം ആദ്യമായി നാളെ തൃശൂരിലെത്തുന്ന മാർ റാഫേൽ തട്ടിലിന് വ്യാകുലമാതാവിന്റെ ബസിലിക്കയിൽ സ്വീകരണം നൽകുമെന്നറിയിച്ച് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും സഹായമെത്രൻ മാർ ടോണി നീലങ്കാവിലും നാളെ ഉച്ചകഴിഞ്ഞ് 3-ന് സ്വന്തം ഇടവക കൂടിയായ ബസിലിക്കയിൽ നൽകുന്ന സ്വീകരണത്തിൽ വിവിധ മേഖലയിലുള്ള പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കും. മാർ റാഫേൽ തട്ടിലിന് മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും അർപ്പിക്കും. കഴിഞ്ഞ വർഷം ആഗോളതലത്തിൽ കൊലപാതകത്തിനോ ബന്ദിയാക്കലിനോ തടവിലാക്കിയതിനോ ഇരയായത് 130ഓളം വൈദികരും സന്യസ്തരും. കത്തോലിക്ക സന്നദ്ധ സംഘടനയായ എയ്ഡ് ടു ദ ചർച്ച് നീഡാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. സമാനമായ കേസുകളുടെ എണ്ണം മുൻവർഷം 124 സ്ലേച്ഛാധിപത്യ സർക്കാരുകൾ നടത്തിയ അറസ്റ്റുകളാണ് കേസുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കാൻ ഇടയാക്കിയത്. സമാനമായ കേസുകളുടെ എണ്ണം 2022 55 ആയിരുന്നെങ്കിൽ 2023 86 വർദ്ധിച്ചു. നിക്കരാഗുവയിലെ ഡാനിയൽ ഓർട്ടേഗ ഭരണകൂടം വൈദികരെ ലക്ഷ്യം വെച്ച് നടത്തിയ വേട്ടയാടലുകൾ സംഖ്യ വർദ്ധിക്കാൻ വലിയൊരു കാരണമായിട്ടുണ്ട്. ജീവന്റെ മഹത്വത്തെ പ്രഘോഷിച്ചും ഭ്രൂണഹത്യ എന്ന മാരകത്തിന്മയെ അപലപിച്ചും ലോകത്ത് ഏറ്റവും അധികം പേർ പങ്കെടുക്കുന്ന മാർച്ച് ഫോർ ലൈഫ് റാലിക്ക് ഒരുക്കങ്ങളുമായി അമേരിക്കൻ മെത്രാൻ സമിതിയും യുണൈറ്റഡ് സ്റ്റേറ്റ് കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്പുമാരുടെ പ്രോ ലൈഫ് ആക്ടിവിറ്റീസ് സെക്രട്ടേറിയറ്റ് ജനുവരി 18-നും 19-നും ഇടയിൽ നടക്കുന്ന ദേശീയ ജാഗരണ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു. മാർച്ച് ഫോർ ലൈഫിന്റെ തലേദിവസം വാഷിംഗ്ടൺ DC-യിലെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായ നാഷണൽ ഷെയ്ൻ ഓഫ് ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ ബസിലിക്കയിലാണ് പ്രോ ലൈഫ് മാർച്ചിന് മുന്നൊരുക്കമായി ജാഗരണ പ്രാർത്ഥന നടക്കുക. 10 വർഷം മുൻപ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ തകർത്ത ഇറാഖിലെ ക്രൈസ്തവ ദേവാലയം പൂർണ്ണമായും പുനർനിർമ്മിച്ചു. വടക്കൻ ഇറാഖിലെ മുസൂളിലെ ചർച്ച് ഓഫ് അവർ ലേഡി ഓഫ് ദ ഹവർ എന്ന ദേവാലയമാണ് പുനർനിർമ്മിച്ചത്. യുനെസ്കോയുടെ സഹകരണത്തോടെയാണ് ദേവാലയത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നത്. ഡൊമിനിക്കൻ വൈദികരുടെ ശ്രമഫലമായി 1873 അറബിയിൽ അൽസ എന്ന് വിളിക്കുന്ന ഈ ദേവാലയം നിർമ്മിച്ചത്. ആദ്യത്തെ ഗേൾസ് സ്കൂൾ ഉൾപ്പെടെ ഇറാഖിലെ സാംസ്കാരികവും അക്കാദമികവുമായ കേന്ദ്രം കൂടിയായിരുന്നു ഇത്. ഫെബ്രുവരി 11 മുതൽ 18 വരെ നടക്കുന്ന 129ാമത് മാരാമൺ കൺവെൻഷൻ പന്തലിന്റെ കാൽനാട്ടൽ കർമ്മം നിർവഹിച്ചു. 100,000 പേരെ ഉൾക്കൊള്ളാവുന്ന പന്തലാണ് നിർമ്മിക്കുന്നത്. പന്തൽ കാൽനാട്ട് കർമ്മം മാരാമൺ മണൽപ്പുറത്ത് സഭയുടെ പരമാധ്യക്ഷനായ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത നിർവഹിച്ചു. മാറുന്ന ലോകത്തിലെ വെല്ലുവിളികൾക്കനുസരിച്ച് ആധ്യാത്മിക മേഖലയിൽ മാറ്റങ്ങൾക്ക് ക്രിസ്തീയ സമൂഹം ഒരുങ്ങണമെന്ന് മെത്രാപ്പോലീത്ത പറഞ്ഞു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.